പ്രാർത്ഥന. സദ്ഗുരുവേ ജയ, സദ്ഗുരുവേ ജയ, സദ്ഗുരുവേ ജയ, സദ്ഗുരുവേ, സദ്ഗുരുവേ ജയ, ശ്രീ ഗുരുവേ ജയ, ശ്രീ ഗുരുവേ ജയ, ശ്രീ ഗുരുവേ. അജ്ഞാനമായുള്ളതാകവേ നീക്കിട്ടു വിജ്ഞാനമെന്നുള്ളിൽ വർദ്ധിക്കണം. ആജ്ഞാപിച്ചിടണം നല്ല വഴിക്കെന്നെ നിത്യം ഗുരുപാദം മുമ്പിടുന്നേ. ആനന്ദം നൽകുന്ന പാദരേണുക്കളാൽ മാനസമായുള്ള ദർപ്പണത്തിൽ മാലിന്യം നീക്കിയിട്ടു നന്മ വരുത്തുവാൻ നിത്യം ഗുരുപാദം കുമ്പിടുന്നേ. ഇച്ഛിച്ചതെല്ലാം കൊടുക്കുന്ന നിൻ പാദം ഇച്ഛയുണ്ടെന്റെ ശിരസിൽ വയ്പാൻ. തൊൽച്ചരണങ്ങളോടിഞ്ഞില്ലൊരാശ്രയം നിത്യം ഗുരുപാദം കുമ്പിടുന്നേ. ഈശ്വരനെന്നും ഗുരുവെന്നും രണ്ടില്ല, നിശ്ചയിച്ചോർക്കുമ്പോഴൊന്നു തന്നെ. ഈശ്വരനെന്ന് കരുതുന്നെപ്പോഴും നിത്യം ഗുരുപാദം കുമ്പിടുന്നേ. ഉണ്ടായി നല്ല ഗുരുഭക്തിയെങ്കിലും വേണ്ടുന്നതെല്ലാമേ സാധിച്ചിടും. കൊണ്ടാടിക്കൊണ്ട് പ്രസാദിക്കും സജ്ജനം നിത്യം ഗുരുപാദം കുമ്പിടുന്നേ. മൗനമായി പോയി ഗുരുഭക്തിയെങ്കിലോ മാനഹാനിക്കൊരു പാത്രമായി. ദീനനായി തന്നെ കിടന്നങ്ങുഴന്നീടും നിത്യം ഗുരുപാദം കുമ്പിടുന്നേ. എള്ളിലുള്ളെണ്ണ കണക്കുദേഹങ്ങളെ ഉള്ളിലുണ്ടീശ്വരനെന്നറിവാൻ. ഉള്ളവണ്ണം തന്നെ കാട്ടിത്തരും ഗുരു നിത്യം ഗുരുപാദം കുമ്പിടുന്നേ. ഏണാംഗശേഖരനാദികൾ വന്ദിക്കും ശ്രീ ഗുരുവിന്റെ പാദാരവിന്ദം. കാണി നേരം കളയാതെ ഭജിക്കുവാൻ നിത്യം ഗുരുപാദം കുമ്പിടുന്നേ. ഐതിഹ്യം തന്നിൽ സുഖിച്ചങ്ങിരുന്നിടും ദേഹത്തിനന്തരം വന്നിടുമ്പോൾ വൈകുണ്ഠലോകത്തെ കാട്ടിത്തരും ഗുരു നിത്യം ഗുരുപാദം കുമ്പിടുന്നേ. ഒട്ടുമോപേക്ഷ കൂടാതെ ഗുരുവിന്റെ ഇഷ്ടം പോൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടാൽ കിട്ടുന്നതെന്തെന്ന് ഞാൻ പറയണോ നിത്യം ഗുരുപാദം കുമ്പിടുന്നേ. ഓരോരോ വിദ്യകളോതി പഠിക്കേണ്ട താനേ ഉദിക്കും മനസ്സു തന്നിൽ. പാരാതെ തോന്നുമതിനുള്ളൊരർത്ഥവും നിത്യം ഗുരുപാദം കുമ്പിടുന്നേ. ഔവണ്ണമുള്ള ഗുരുഭക്തിയുണ്ടായാൽ ഇവണ്ണമെല്ലാമേ സാധിച്ചിടും. വെവ്വേറെ വന്നു ചേർത്തിടും ധനധാന്യം നിത്യം ഗുരുപാദം കുമ്പിടുന്നേ. അർക്കനാം സദ്ഗുരു നിത്യം പദത്തിനെ മുഖ്യരാം ശിഷ്യരിൽ ചേർത്തറിവാൻ. ഉൾക്കാമ്പുണർത്തി പ്രകാശിക്കും തൽക്ഷണം നിത്യം ഗുരുപാദം കുമ്പിടുന്നേ. കുമ്പിടുന്നേ ഗുരുപാദം ഞാനെപ്പോഴും, കുമ്പിടുന്നേ ഗുരുഭക്തന്മാരെ. കുമ്പിടുന്നോർക്ക് മുക്തിയെ നൽകുന്നതിനമ്പോടു ഞാനിതാ കുമ്പിടുന്നേ. സാംബ സദാശിവ, സാംബ സദാശിവ, സാംബ സദാശിവ.
സദാശിവ സാംബ ശിവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ സാംബ ശിവ. പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായ സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ച കല്യാണം ആനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം ചിദാനന്ദഗുരും. ഇന്നലെ ക്ലാസ് അവസാനിപ്പിച്ചത് തന്ത്രത്തിന് വൈദികീയമായുള്ള സുദൃഢബന്ധത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതിൽ നേരത്തെ പറയാത്ത ഒരു ഭാഗം സൂചിപ്പിച്ചാണ് നിർത്തിയത്. ഊർധ്വമൂലോ അവ ശാഖ എന്നിങ്ങനെ കഠത്തിൽ പറയുന്ന മന്ത്രത്തെ ഉദ്ധരിച്ചാണ് നിർത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ. വൃക്ഷമായി ഗീതയും ഊർധ്വമൂലമധശാഖമശ്വത്ഥം പ്രാഹുരവ്യയം എന്ന് പുരുഷോത്തമ യോഗത്തിൽ പറയും. ബാക്കിലിരിക്കുന്നവർ കയറിയിരുന്നു, ഉള്ള സീറ്റ് മുമ്പിലങ്ങ് ഫില്ല് ചെയ്ത്, പിന്നെ വരുന്നവർക്ക് ശല്യം വരില്ല, അവർ ബാക്കിലിരുന്നു. നിങ്ങൾ കയറിയിരുന്നത് അതില് ആ ഊർധ്വമൂലവും അധശാഖവുമായ വൃക്ഷത്തിലിരിക്കുന്ന രണ്ട് പക്ഷികളെ സൂചിപ്പിക്കുക. മുണ്ടകം, ശ്വേതാശ്വതരം തുടങ്ങിയ ഉപനിഷത്തുകൾ വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ്. ദ്വാ സുപർണ സയുജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതി. സഖികളായും സയുക്കുകളായുമുള്ള രണ്ട് പക്ഷികൾ ഈ വൃക്ഷത്തിലാണ് ഇരിക്കുന്നത്. ആ വൃക്ഷമെന്ന ശരീരത്തിന്റെ സങ്കല്പവും അതിലിരിക്കുന്ന സാക്ഷിയായ പരമാത്മാവും അതിൽ ഭോഗങ്ങൾ അനുഭവിച്ച് താഴെയിരിക്കുന്ന ആ വൃക്ഷത്തിന്റെ താഴെ മധ്യത്തിൽ വൃക്ഷമധ്യത്തിലെ കൊമ്പുകളിലിരിക്കുന്ന പക്ഷിയും മുകളിലെ ഫലങ്ങളും അതിൻ്റെ ഭോഗവും ഭോഗം
അനുഭവിക്കുന്ന ഭോക്താവായി വിലസുന്ന നിലയും കണ്ട് സാക്ഷിയായിരിക്കുന്ന പക്ഷി. തന്ത്രത്തിലും ഉപനിഷത്തിലും സമുജ്വലങ്ങളായ വാങ്മയങ്ങളാണ്. ഇതിനെയാണ് അവസാനമായി പറഞ്ഞു നിർത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റിട്ടില്ലാന്ന് വിചാരിക്കാം. ഉപനിഷത്തെടുത്ത് പഠിക്കുമ്പോൾ ഏറ്റവും നല്ല വാങ്മയങ്ങളാണ്. ജീവാത്മാവ് മൂലാധാരത്തിൽ ഭോക്തൃകലനാ വൈചിത്ര്യങ്ങൾ നിറഞ്ഞ് കർത്തൃത്വവും ഭോക്തൃത്വവും അഹങ്കാരത്തിൻ്റെയും മമതയുടെയും രണ്ട് രംഗങ്ങളാണ്. ഒന്ന് സങ്കല്പവും ഒന്ന് കാമവും. കർത്തൃഭോക്തൃ കലനാ വൈചിത്ര്യം ചെയ്യണമെന്നുള്ള അഭിനിവേശം, അതാണ് കർത്തൃത്വം. അത് സങ്കല്പമാണ്. അനുഭവിക്കുവാനുള്ള അഭിനിവേശം, അത് കാമവുമാണ്. ഇതിന്റെ തലങ്ങളിൽ നിലകൊള്ളുന്ന ജീവന്റെ നിലയും താഴ്ന്ന നിലയും സദാ സർവദാ സാക്ഷിത്വേന വർത്തിക്കുന്ന കേവലന്റെ നിലയും സഹസ്രാരത്തിൽ അതിലേക്ക് നീങ്ങുന്നതിന് വെമ്പൽ കൊള്ളുന്ന ജീവൻ താന്ത്രിക സങ്കല്പത്തിന്റെ ആധാരമാണ്. ആഗമചിന്തയുടെ അടിസ്ഥാനവും അതാണ്. കോശങ്ങളെയും ധാതുക്കളെയും നവയോനികളായ ധാതുക്കളെയും സപ്തധാതുക്കളെയും പ്രാണജീവന്മാരെയും ചേർത്ത് വച്ച് രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം ഇവയാണ് 7 ധാതുക്കൾ. അവയിലെ ദേവതകളെ ഉപാസിച്ച് കടന്ന് അതും സൂചിപ്പിച്ചിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. ദേവതോപാസന അതിനെ കടന്ന് പ്രാണനെയും ജീവനെയും, പ്രാണങ്ങൾ 5, അവയെയും ജീവനെയും അറിഞ്ഞു കഴിയുമ്പോൾ നവധാതു സമ്മിളിതമായ രസം, രക്തം, മാംസം, മേധസ് എന്ന ശാക്തചക്രങ്ങൾ, മജ്ജ, ശുക്രം, പ്രാണൻ, ജീവൻ തുടങ്ങിയ ശൈവചക്രങ്ങൾ, അതിൽ അസ്ഥിയും കൂടെ എഴുതണം, 5 എണ്ണമാണ് ശാക്തചക്രങ്ങൾ. രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, 5 ശാക്തചക്രങ്ങൾ. അതാണ് ചക്ര നിരൂപണത്തിൽപ്പെടുന്നത്.
നവധാതുക്കൾ ചേർന്ന 5 ശാക്തചക്രങ്ങളും 4 ശൈവചക്രങ്ങളും ചേർന്ന് 9 ചക്രങ്ങളോടുകൂടിയ പട്ടണം. കാരണം ഇത് ചാക്രികമാണ്. ഈ ദേവതകളാൽ വലയിതമായി ചുറ്റപ്പെട്ട് ആവരണം ചെയ്യപ്പെട്ട് അസ്ഥി, മജ്ജ, ശുക്രം, പ്രാണൻ, ജീവൻ. വലയിതം എന്ന് പറയുന്നത് പുറത്തെ ഏറ്റവും പുറത്തെ ചുറ്റാണ് ത്വക്കല്ലെങ്കിൽ രസം. പിന്നത്തെ ചുറ്റാണ് മാംസം. പിന്നത്തെ ചുറ്റാണ് മേധസ്. പിന്നത്തെ ചുറ്റാണ് അസ്ഥി. അപ്പം രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി. ഇതൊരു 7-ാം മാസത്തില് 9-ാം മാസം വരെയുള്ള സമയത്തിനുള്ളിൽ ഗർഭസ്ഥ ശിശുവിന്റെ ചിത്രമെടുത്താൽ ഈ ചുറ്റ് ഫോം ചെയ്യുന്നത് കാണാം. ഫിസിക്കലായി ഒരു സംശയവുമില്ല. വൈദ്യശാസ്ത്രം ശരിയായി പഠിച്ചിട്ടുള്ളവൻ കണ്ടിട്ടുണ്ടാവും. ഈ ദൃഷ്ടികോണത്തിലേക്ക് പോകണമെങ്കിൽ തന്ത്രാഗമങ്ങൾ പഠിച്ചിട്ട് കയറി കാണണമെന്നാണ്. ഇതിനകത്ത് നിന്നുകൊണ്ട് സങ്കല്പിക്കുമ്പോൾ പുറത്തു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ സങ്കല്പത്തിന് പോലും ഗർഭസ്ഥ ശിശുവിൻ്റെ ഈ ചുറ്റുകളെ അതിക്രമിക്കുവാൻ ശബ്ദശാസ്ത്രത്തിനും സങ്കല്പശാസ്ത്രത്തിനും കഴിയും. ദേവതകളോട് ഉന്മീലനത്തിന്. അവിടെയാണ് നിങ്ങളുടെ ശാസ്ത്രം വികസിച്ച നാളുകളിൽ ഭയങ്ങളുടെയും ആശങ്കകളുടെയും തലങ്ങളിലൂടെ അമ്മയും അമ്മൂമ്മയും ശാസ്ത്രം വെച്ച് കടന്നു പോവുകയും കൈകാര്യം ചെയ്യുന്ന ഭർത്താവ് ഉത്കണ്ഠാകുലനാകുകയും ഭൗതികമായി പ്രസവത്തെ കാണുകയും ഭൗതികമായി അത് കൈകാര്യം ചെയ്യുവാനുള്ള ഡോക്ടർ വരികയും ചെയ്ത കാലഘട്ടങ്ങളിൽ തെക്ക് നിന്ന് വടക്കേ അറ്റം വരെ റിഹാബിലിറ്റേഷൻ സെന്ററുകൾ പ്രസവിക്കുന്ന എഞ്ചിനീയർക്കും ഡോക്ടർക്കും അധ്യാപികയ്ക്കും ഒക്കെ ഒന്ന് പ്രസവിച്ചിട്ട് കുഞ്ഞിനെ വേണ്ട. ആ ചോദ്യം എന്നോടല്ല ചോദിക്കണ്ടേ, ആ തലമുറയോട് പോയി ചോദിക്കുക. എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, ഞാൻ പ്രസവിച്ചില്ല. ആ ചോദ്യം നിങ്ങൾ ചോദിച്ചു തുടങ്ങുക. ഇതുവരെ ചോദിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്. ഞാൻ ചോദിക്കുന്നുമില്ല, കാരണം എനിക്ക് സാമൂഹിക പ്രതിബദ്ധതയൊന്നുമില്ല. ഞാൻ കാണുന്നത് വിളിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. വിദ്യാസമ്പന്നരായ പഠിപ്പുള്ള പ്രസവിച്ച തള്ളയ്ക്ക് സ്വന്തം കുഞ്ഞിനോട് മമതയില്ലാതെ വരിക. അത് ഞാൻ പറയണോ? എൻ്റെ നാവ് അതിന് വഴങ്ങണോ? അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളിൽ നിന്ന് തന്നെ. മാത്രവുമല്ല, ഇത്രയും കാലം എൻ്റെ പാരമ്പര്യം, എനിക്ക് തപസ് കുറവാണെങ്കിലും എൻ്റെ പാരമ്പര്യം തപസ്സിലുയർന്നു നിൽക്കുമ്പോൾ അവരിൽ ആരെങ്കിലും എൻ്റെ നാവിൽ കളിക്കുന്ന അവസരമുണ്ടായാൽ ഞാൻ നാവ് വിളയ്ക്കാൻ ഇഷ്ടപ്പെടില്ല. നിങ്ങളുടെ സന്തതി പരമ്പരകൾക്കാണ് ദോഷം വരാൻ പോകുന്നത്. അത് ചോദിച്ചു വാങ്ങിക്കണോ? എനിക്കിവിടെ സന്തതി പരമ്പരകളൊന്നുമില്ല. വിത്ത് വറുത്തിട്ടാണ് ഞാൻ ഈ പണിക്കിറങ്ങിയത്. അതുകൊണ്ട് ഞാനായിട്ടത് നാക്ക് വിളയ്ക്കണോ? എനിക്ക് മറ്റത് ഇഷ്ടമില്ല. ഇല്ല, അല്പം പോലും ഇഷ്ടം എനിക്ക് ആ വഴിക്കില്ല. ഞാൻ എൻ്റെ നാവ് ഇന്നുവരെ ആ വഴിക്ക് വളച്ചിട്ടില്ല.
കാരണം എനിക്ക് നല്ലപോലെ അറിയാം എൻ്റെ പൂർവികരുടെ തപസ്സിനെ കുറിച്ച്. എൻ്റെ തപസ്സിനെ കുറിച്ച് എനിക്ക് അത്ര വലിയ അഭിമാനമൊന്നുമില്ല. ഇല്ല, നശിപ്പിക്കില്ല. അതുകൊണ്ടാണ് വളരെ വ്യക്തമായ ഒട്ടും പേടിക്കുക. അതുകൊണ്ട് കാലം അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ തെക്ക് വടക്ക് പോയി അന്വേഷിച്ച് നോക്കിക്കൊള്ളുക. ഒരു പെറ്റ തള്ളയ്ക്കും കുഞ്ഞിനെ വേണ്ട, സൃഷ്ടിച്ച തന്തയ്ക്ക് വേണ്ട, എടുത്തം കൊടുക്കുക. 2 ലക്ഷമോ 4 ലക്ഷമോ കൊടുക്കാൻ തയ്യാറാണ്. അത് കഴിഞ്ഞാൽ മതനേതാക്കന്മാരും ജാതിക്കാരും മറ്റൊരുമൊക്കെ ഫ്ലക്സ് ബോർഡിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പിള്ളേരുടെ സംരക്ഷണത്തിന് നിങ്ങൾ വല്ലതും കൊടുക്കാൻ പറഞ്ഞു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഫ്ലക്സ് ബോർഡാണ്. ഇസ് ഇറ്റ് റൈറ്റ്? അത് കാരണം നിങ്ങളുടെ സ്വഭാവം മാറിപ്പോയതുകൊണ്ട് അതിൻ്റെ കാരണങ്ങളൊന്നും എന്നോടല്ല ചോദിക്കണ്ടേ. നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇതിന് വ്യക്തതയോടെ അതെ, ഞാൻ പറഞ്ഞ കാര്യം സ്റ്റേറ്റ്മെന്റാണ്. അത് സത്യമാണോ എന്ന് മാത്രം പോയി നോക്കുക. തെക്ക് വടക്ക് കാണുന്ന കാഴ്ചയാണ്. ഇതെല്ലാം വിദ്യാസമ്പന്നരുടെ ഇടയിലാണ്. എൻ്റെ അറിവിൽ ഇന്ന് വരെ മനുഷ്യോപകാരപ്രദമായ ഒന്നും ഒരു വിദ്യാസമ്പന്നൻ സൃഷ്ടിച്ച് സംരക്ഷിച്ച് കൊണ്ടുപോകുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചോദ്യങ്ങൾ തെരുതരെ ചോദിക്കുന്നതിന് പകരം അല്പം കേൾക്കാനും കൂടെ മനസ്സ് കാണിച്ചാൽ, അതെ, അതുകൊണ്ടാണ് അത് അല്പം കേട്ട് അതൊന്ന് ദഹിച്ചിട്ട് അടുത്ത ചോദ്യം ചോദിച്ചാൽ എൻ്റെ ബുദ്ധിക്ക് എളുപ്പമാണ്. തെരുതരെ ചോദിച്ചാൽ ഞാൻ കോടതി നിൽക്കുന്ന പോലെ അത് വരാതിരിക്കാൻ എളുപ്പവഴി ഞാൻ പറഞ്ഞതൊന്ന് ദഹിച്ചിട്ട് ചോദിച്ചാൽ എനിക്കൊരു സ്പെൽ ഓഫ് എ സെക്കൻഡ് കിട്ടും ഉത്തരം പറയാൻ. അപ്പൊ അതുകൊണ്ട് എൻ്റെ അറിവിൽ ഒരു സ്കൂളോ കോളേജോ കോപ്പറേറ്റീവ് സൊസൈറ്റിയോ എന്തെങ്കിലും സ്ഥാപനം ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് വിദ്യാഭ്യാസം കുറഞ്ഞവരാണ്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. വീട് 4 ഏക്കർ പുരയിടമോ തൊഴുത്തോ പശുവോ 4-5 പണിക്കാരോ ഒക്കെയുള്ള ഒരു വിദ്യാഭ്യാസമില്ലാത്ത കാർന്നോര് കൊണ്ടുപോയിരുന്നത് മക്കളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചാൽ ആദ്യം പാടം വിൽക്കുക, കൃഷി വേണ്ട, പശുവിനെ വെട്ടുകാരന് പിടിച്ചു കൊടുക്കുക, തന്തയും തള്ളയും ഓൾഡ് ഏജ് ഹോമിലേക്ക് വിടുക, ആ ഏരിയ വിൽക്കുക, ഒരു ഫ്ലാറ്റ് എടുക്കുക, ഞാൻ കുഞ്ഞെഴുത്താനുമായിട്ട് ജീവിക്കുക. കുഞ്ഞ് ചെകുത്താൻ എന്നുള്ളതിൻ്റെ നാടൻ തദ്ഭവമാണ് കുഞ്ഞെഴുത്താൻ എന്ന് പറയുന്നത്. തെറ്റിദ്ധരിക്കണ്ട. ഇതാണ് ഞാൻ കേരളത്തിൽ കാണുന്ന ഒരു കാഴ്ച. എൻ്റെ കാഴ്ചയുടെ വൈകല്യമാണോ എന്നെനിക്ക് നിശ്ചയം പോരാ. ഇങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സുഖമായി ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇനി ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു സ്ഥാപനത്തിൽ ഈ വിദ്യാസമ്പന്നനെ ഗവൺമെന്റിന്റെ നിയമം കൊണ്ട്, ഗവൺമെന്റിന്റെ നിയമം ഇന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവൻ ആ തൊഴിലെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസം ഉള്ളവനെ തേടി അലഞ്ഞ് ഇന്റർവ്യൂ ചെയ്ത് അവനെ കൊണ്ടുവന്ന് അതിനകത്ത് കയറ്റിയാൽ അവൻ അതിനകത്തിരുന്നു കൊണ്ട് തുരപ്പന്റെ പണി ചെയ്ത് അത് പൊളിക്കാനാണ് ഇന്ന് വരെ നോക്കി. ഇതൊക്കെയാണ് എൻ്റെ കാഴ്ചപ്പാട്. ഏതവൻ എവിടെ ചെന്നാലും വിദ്യാഭ്യാസം ഉണ്ടോ, എന്ത് തുരപ്പൻ പണി ചെയ്യാം, ശാന്തമായി പോകുന്നിടത്തു നിന്നുള്ള ഗവേഷണമാണ് കൂടുതൽ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഉദാഹരണമായി പറഞ്ഞത്. ഇതിന് കാരണം അന്തസാരവിഹീനമായ,
അന്തസത്തയില്ലാത്ത, തത്വങ്ങളെ സമുജ്വലമായി സംയോജിപ്പിക്കാത്ത, പൂർണ്ണ ഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്ന അഹങ്കാര സമ്മിശ്രമായ ഒരറിവിൻ്റെ വൈകല്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി നിങ്ങൾ അന്വേഷിക്കുക, പരിഹാരവും കണ്ടുപിടിക്കുക. അതുകൊണ്ട് ആഗമചിന്തയുടെ സമുജ്വലമായ ഈ ആദിരൂപങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഭൗതികമായി കാണാം. ഈ ചുറ്റുകൾ നിങ്ങൾ അവിടുന്ന് വിട്ടുപോയി എന്ന് തോന്നുന്നു. ഇത്രയും ചോദ്യവും ഉത്തരവായ പുറമേ രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം, വീണ്ടും പ്രാണങ്ങൾ, ജീവൻ. ഇതിൽ ഓരോന്നിലും സമുജ്വലമായി കളിക്കുന്ന ഇവയെല്ലാം ഏകവും അദ്വയവുമായിരിക്കുന്ന പത്താമത്തെ യോനിയായ പരമേശ്വരിയിൽ സമ്മേളിക്കുന്നു. ഇതാണ് താന്ത്രിക സങ്കല്പം. ഇത് സൂക്ഷ്മമായ ബോധം കൊണ്ട് ശരീരശാസ്ത്രപ്രകാരം ഇത് കാണാം, ഇത് കാണണം. എന്നിട്ടേ ഇതിൻ്റെ സാധനകളിലൂടെ പോകാവൂ എന്ന് ഞാൻ ഇന്നലെ മുഴുവൻ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധനയുടെ ഏറ്റവും സമുജ്വലമായ ലോകവും അതാണ്. നവയോനികളും പത്താമത്തെ യോനിയായ പരമേശ്വരി, ആ മഹാത്രിപുര സുന്ദരിയെ ദേവതയായി സങ്കൽപ്പിച്ച് അത് ദർശിച്ച ഋഷിയെ ഋഷിയായി സ്മരിച്ച് ഛന്ദസ്സുകളും ഓർത്ത് അംഗന്യാസ കരന്യാസങ്ങളോടുകൂടി ത്രികൂടങ്ങളോടുകൂടിയ അഗ്നികണ്ഠം, സൂര്യകണ്ഠം, സോമകണ്ഠത്തോടുകൂടിയ 360 മഹാമയൂഖങ്ങളുള്ള മഹാഷോഡശിയുടെ വിവരണവും ഇന്നലത്തെ ചോദ്യോത്തര വേളയിൽ ഞാൻ തന്നു കഴിഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. അമ്മയിലായി മയൂഖങ്ങൾ, രശ്മികൾ. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. സിറ്റു മഹാഷോഡശാക്ഷരി കാമകോടികയാണ്, കടാക്ഷകിങ്കരീഭൂതയാണ്, കോടിയോഗിനി ഗണസേവിതയാണ്. അനുഭൂതി സന്ദായകമായ മഹാഷോഡശാക്ഷരിയെ ഉപാസിക്കുമ്പോൾ വിദ്യ കരതലാമലകം പോലെ. ഇതിൻ്റെ അനുഭൂതികളൊക്കെ
പാരമ്പര്യ സമ്മിളിതമായി നിൽക്കുമ്പോൾ വാചാമഗോചരം. അവിടം വരെയാണ് പറഞ്ഞു നിർത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ. സിട്രൂ അത് ഇന്നലെ പകലുള്ള ക്ലാസ് ഞാൻ ഇന്നലെ പറഞ്ഞതെല്ലാം കൂടെ വൈകുന്നേരത്തത് ഉൾപ്പെടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. ഇസ് ഇറ്റ് ട്രൂ? ഇതിൽ വൈകുന്നേരം വന്നിട്ടില്ലാത്തവർക്ക് അവസാനം പറഞ്ഞത് ഓർമ്മ വരാൻ കഴിയില്ല. അതെ, അത് പകലുള്ള ക്ലാസ്. രാത്രിയിൽ അത് കഴിഞ്ഞ് മഹാഷോഡശാക്ഷരി നിർണയവും പറയുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നലെ പകൽ അവസാനിപ്പിച്ച ക്ലാസ് ശരീരത്തെ വൃക്ഷമായി അതിൽ 2 പക്ഷികളെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അതിനുശേഷമാണ് പഞ്ചമകാരത്തെ നോക്കാം എന്ന് പറഞ്ഞു. ഇന്നലെ അവസാനിപ്പിച്ചതാണ് ഞാനിപ്പോൾ ക്രോഡീകരിച്ചത്. ഇസ് ഇറ്റ് ട്രൂ? ഇനി സാധനകളിൽ പഞ്ചമകാരത്തെ നോക്കാം. അവ രഹസ്യങ്ങളാണ്. അവയ്ക്ക് വൈദിക പാരമ്പര്യമുണ്ടോ എന്ന് നോക്കാം. ഇതിൽ മുദ്ര എന്ന് പറയുന്നത് വേവിച്ച അരി, പച്ചക്കറി ഇവ സമർപ്പിക്കുന്നതാണ്. മറ്റു മുദ്രകളുണ്ട്, അതല്ല ഇവിടെ മുദ്ര എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്ക് കിടപ്പുണ്ട്. ഇസ് നോട്ട് ധേനുമുദ്ര, ശംഖമുദ്ര, ഇതൊക്കെ ഗുരുഭേദമനുസരിച്ച് ശംഖമുദ്രയിൽ പോലും ഇത് ശംഖമുദ്രയാണ്, ഇതും ശംഖമുദ്രയാണ്. ഗുരുക്കന്മാരുടെ ഭേദമനുസരിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ഇത്തരം മുദ്രകളെയാണ് ശംഖമുദ്ര, യോനിമുദ്ര, ഇങ്ങനെ മുദ്രകൾ ഒരുപാടുണ്ട്. അതെല്ലാം പൂജാവിധാനങ്ങളിലൊക്കെ ആവശ്യവുമാണ്. അതാണെന്നാണ് പരക്കെ ധരിച്ചിട്ടുണ്ടാവുക. അതല്ല. വേവിച്ച അരി, വെള്ള നിവേദ്യം എന്നൊക്കെ പറയുന്ന പോലെ, അതിനെയാണ് മുദ്ര എന്ന് പറയുന്നത്. വേവിച്ച പച്ചക്കറിക്കും മുദ്ര എന്ന് പറയും. തൻ്റെ രൂപത്തെ, തന്നിലെ ചൈതന്യത്തെ നിവേദ്യമായി സമർപ്പിക്കുന്നതാണ് മുദ്ര. കോശങ്ങൾ 5, അവയുടെ കാരണമായ ഭൂതങ്ങൾ 5, അവയെ ജല, ഗന്ധ, പുഷ്പ, ധൂപ, ദീപ ആദികളിലൂടെ സമർപ്പിച്ചിട്ട് അവയൊന്നും മകാരങ്ങളിൽ പെടില്ല. ആകാശത്തിന്റെ പ്രതിരൂപമായ പുഷ്പവും ബീജാക്ഷരം ആകാശാത്മനെ പുഷ്പം സമർപ്പയാമി. ബീജാക്ഷരം പൃഥ്വിയുടെ ആത്മാവായ ആദ്യം ജലത്തിൻ്റെ ആത്മാവായ ജലം ബീജാക്ഷരത്തിനു ശേഷം, 2 പൃഥ്വിയുടെ ആത്മാവായ ഗന്ധം, അതിനാണ് അഷ്ടഗന്ധമൊക്കെ പുകച്ച് കാണിക്കുന്നത്. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു സാമ്പ്രാണി കത്തിച്ച് പിടിച്ച് കാണിക്കുന്നത്. മനസ്സിലായില്ല?
പൂജാവിധാനമൊക്കെ ചെയ്യും. എന്തിനെയാ സമർപ്പിക്കുന്നത്? അത് സമർപ്പിക്കുമ്പോൾ ഹൃദയപൂർവ്വം ഓർക്കണം, ഞാൻ ഭൂതതന്മാത്രകളായി എന്നിൽ രൂപാന്തരപ്പെട്ട ജലത്തെ മുഴുവൻ ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി ശരീരത്തിലെ ജലം എന്ന സ്രോതസ് മുഴുവൻ ഭഗവാന്റെയാണ്. അതിലെനിക്ക് അല്പം പോലും അഭിമാനിക്കുവാൻ അവകാശമില്ല. നല്ലപോലെ ചെയ്താൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. സ്വന്തമേ സമർപ്പിക്കാനും ആവൂ. അവിടെ നിൽക്കുന്നവൻ്റെ ഒക്കെ കൂലിക്ക് സമർപ്പിക്കാനും ആവില്ല. ആകാശാത്മനെ പുഷ്പം സമർപ്പയ, വായുവാത്മനെ ധൂപം സമർപ്പയ, ഗന്ധം ചന്ദനം, ധൂപം സാമ്പ്രാണി കത്തിച്ചത് അല്ലെങ്കിൽ അഷ്ടഗന്ധം. അതെനിക്കൊന്ന് ചെറുതായി മാറിപ്പോയി. ജലം, ഗന്ധം, ചന്ദനം. ഇപ്പം ചന്ദനമൊന്നുമില്ല. ചന്ദനത്തിന് 1800 രൂപ വിലയാണ്. മുതലാവില്ല ഭഗവാന് സമർപ്പിച്ചു. അതിന് കൂവളത്തിൻ്റെ വേരോ മച്ചിങ്ങയോ ഒക്കെ അരച്ചാൽ സമർപ്പിക്കുന്നത്. അതുപോലെ ഇരുന്നാൽ മതി. അതിന് ഗന്ധമില്ല. എന്നാൽ ഗന്ധമുള്ള എന്തെങ്കിലും ആയിരുന്നെങ്കിൽ വേണ്ടില്ല പകരം. അതുപോലും അറിയില്ല. അപ്പോൾ ജലം, ഗന്ധം, പുഷ്പം, പുഷ്പം, ധൂപം, ദീപം 2 ദീപം അഗ്നിയുടെ. ബീജാക്ഷരത്തിന് ശേഷം അത് ഓരോന്നിനും ഓരോന്നാണ്. യം, ലം, വം, രം എന്നൊക്കെ പറയും. നല്ലപോലെ സാധന ചെയ്തവനാണെങ്കിൽ രേഫം, രം ഉച്ചരിക്കുമ്പോൾ അഗ്നി ജ്വലിക്കും. അഗ്നി തന്നെ തീപ്പെട്ടിയൊന്നും വേണ്ട. അത്രയൊക്കെ തപസ് വേണത്. എനിക്കും നിങ്ങൾക്കും അതൊന്നും ഉണ്ടാവില്ല. പിന്നെ സൂത്രപ്പണി കാണിക്കും. മനസ്സിലായില്ല? അതായത് അതിന് പറ്റിയ കെമിക്കലുകൾ, വെള്ളത്തിലിട്ടിരിക്കുന്ന ചമതക്കമ്പുകൾക്കകത്ത് വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്താൽ കത്തുന്ന ഒരല്പം കയറ്റി വെച്ചിട്ട് അത് പുറത്തേക്കെടുത്ത് മന്ത്രം ജപിച്ച് അകത്തേക്ക് വെക്കുമ്പോൾ തന്നെ കത്തും. അതും തന്നെയാണ് കത്തുന്നത്. മനസ്സിലായില്ല? സ്വാമിയുടെ ഹോമത്തിൽ പങ്കെടുക്കാൻ പ്രത്യേക ആളുകളെയൊക്കെ വിളിച്ച് വട്ടത്തിൽ നിർത്തി സ്വാമി ഹൃദയത്തോട് അടുക്കി പിടിച്ച് ചമത ഹൃദയം സമർപ്പിച്ച് മന്ത്രം ജപിച്ച് നിൽക്കുമ്പോഴേക്ക് പത്രക്കാരൊക്കെ അത്ഭുതപരം പറഞ്ഞു കൊണ്ടുപിടിച്ചെഴുതും. മനസ്സിലായില്ല? കാശൊക്കെ വരും. ഒരിക്കലൊരു പത്രക്കാരന് കൊടുക്കേണ്ട പോലെ കൊടുത്തില്ല, കള്ളു വാങ്ങിച്ച് കൊടുത്തില്ലെങ്കിൽ അടുത്തതിൽ സ്വാമിയുടെ തട്ടിപ്പും വരും. പ്രത്യേകം എടുത്ത ഫോട്ടോ. ഇത് ആദ്യം എടുത്തു വെച്ചത് തന്നെയാണ്. ഇത് ആഗമങ്ങളെ അറിയാത്തതുകൊണ്ട്. പ്രകടനപരതയല്ല ആഗമങ്ങളുടെ, സത്യസന്ധതയാണ് ആഗമങ്ങളുടെ ഉൾക്കം.
അപ്പം അതുകൊണ്ട് ബീജാക്ഷരങ്ങൾക്ക് വളരെ പ്രാധാന്യം. അത് എടുത്ത് മൈക്കിലൂടെ പറയേണ്ടതെന്ന് വെച്ചാണ് മറ്റതിനോട് ചേർത്ത് പറയാത്തത്. ആരെങ്കിലും അറിവുള്ളവർ കേട്ടിട്ട് കടിച്ച് തെറ്റായിപ്പോയി എന്ന് പറയണ്ട എന്നുകൂടെ വിചാരിച്ച. അപ്പോ ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, 5 ഭൂതങ്ങളെ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഭൂത തന്മാത്രകളൊക്കെ അവിടുത്തതായി. ആകാശത്തിന്റെ പ്രതിരൂപമായ പുഷ്പം. ഒരടുക്കിൽ പറയുകയാണെങ്കിൽ ജലത്തിന്റെ, ശരീരത്തിലെ ജലത്തിന്റെ പ്രതിരൂപമായ ജലം. സപ്തനാഴികളാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് ജലമാണ് ശരീരത്തിൽ ഒഴുകുന്നത് എന്ന സങ്കല്പത്തിൽ സപ്തഗംഗയെ ആവാഹിച്ചു വെച്ച ജലം. അതാണ് ശുദ്ധജലം. ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധുവോ കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. അടച്ചുപിടിച്ച് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച് ജലത്തെ ശുദ്ധി വരുത്തി വെച്ച ജലം. അവിടെ മുതൽ അത് ഗംഗയാണ്, ഇത് സരസ്വതിയാണ്, നർമ്മദയാണ്, ഗോദാവരിയാണ്, സിന്ധുവാണ്, കാവേരിയാണ്. അവരൊന്നിച്ച് പ്രവേശിച്ചിരിക്കുന്നു. സപ്തഗംഗയെയും ആവാഹിച്ചിരിക്കുന്നു. അതിന് സപ്തത്തിനും പേര് ഗംഗ എന്നാണ്. സപ്തഗംഗയെ ഭഗീരഥനാൽ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ശിവശീർഷത്തിന് അലങ്കാരമായി ഒഴുകിയ, ശിവശീർഷത്തിൽ നിന്നൊഴുകുമ്പോഴെല്ലാം തിരിച്ച് ശിവശീർഷത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ച് 3 കാശികളിൽ തടഞ്ഞു നിന്നിട്ടുള്ള ആ ഗംഗയും ഗംഗയിൽ നിന്ന് ഉൽപ്പന്നമായിട്ടുള്ള സമസ്ത ഗംഗകളും ശിവശീർഷത്തിൽ നിന്ന് ഗംഗ ഒഴുകുമ്പോൾ ഗംഗയ്ക്ക് ശിവശീർഷം വിട്ടുപോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവൾ ഉത്തരകാശിയിലും ഗുപ്തകാശിയിലും വാരാണസി കാശിയിലും വെച്ച് തെക്കോട്ടൊഴുകുന്ന, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഗംഗ തിരിച്ച് വടക്ക് ശിവശീർഷത്തിലേക്ക് തിരിച്ചു പോകാൻ, തെക്കോട്ടൊഴുകുമ്പോൾ തിരിച്ച് ശിവശീർഷത്തിലേക്ക് പോകാൻ വടക്കോട്ട് തിരിഞ്ഞൊഴുകുന്നുണ്ട്. വടക്കോട്ട് തിരിഞ്ഞൊഴുകുമ്പോഴെല്ലാം ശിവൻ തൻ്റെ ആസ്ഥാനമായ കൈലാസ ശിഖരത്തിൽ നിന്ന് സമാധിസ്ഥനായി ഗംഗ തിരിച്ചു മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നറിഞ്ഞ് ഭഗീരഥ പുണ്യത്തിന് വേണ്ടി തിരിച്ചു ഗംഗയുടെ സവിധത്തിൽ വന്ന് താൻ ഇവിടെ ഇരിക്കുമെന്ന് ആജ്ഞാപിച്ച്, ഇവിടെ തൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്ന് ആജ്ഞാപിച്ച് ഗംഗയെ മുന്നോട്ടെന്ന് ആനയിക്കുമ്പോൾ ഭാരതീയ സംസ്കൃതിയുടെ ചമത്കാരം ഭാവസാന്ദ്രമാകുന്നത് അവിടെയാണ്. കവിത മരിച്ചുപോയ കാലങ്ങളിൽ ശുഷ്കമായ ശാസ്ത്രത്തിൻ്റെ ഗതീയതകളിൽ മാനവബുദ്ധിയെ വളച്ചുകെട്ടിയ കാലങ്ങളിൽ ഐതിഹാസികങ്ങളായ ഈ ചിന്തകൾ ആസ്വദിക്കുവാൻ ഇന്നത്തെ സന്തതി പരമ്പരകൾക്കാകാതെ വന്നിട്ടുണ്ടാവും. മനസ്സിനെ ലളിതമയമായും കോമളമായും മനോമുകുരത്തെ ആനന്ദതുന്തിലമായും കൂട്ടിക്കൊണ്ടുപോകുവാൻ കഴിയുന്ന ഐതിഹാസികങ്ങളായ കുടിയിരിപ്പുകൾ ഇതിലെല്ലാം കാണാം. വിഷയം വിപുലമായി പോകണ്ട, നമുക്ക് തിരിച്ചു വരാം. സപ്തഗംഗയെ ആവാഹിച്ച് നിങ്ങൾക്ക് പരന്നൊഴുകാനാണ് ഇഷ്ടമെന്ന് തോന്നുന്നു.
ഇന്നലെ ഞാൻ ഒട്ടും പരന്നൊഴുകാൻ സമ്മതിക്കാതെ പരമാവധി പിടിച്ച് നോക്കിയിട്ടുണ്ട്. ഇത് നോട്ട് ആ സപ്തഗംഗയെ അവാഹിച്ച് തൻ്റെ പഞ്ചഭൂത തന്മാത്രകളും സമർപ്പിച്ചിട്ട് തൻ്റേതെന്ന് പറയാവുന്ന അമൃത നിവേദ്യത്തെ, അമൃതാത്മാവായ തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നിവേദ്യ സമർപ്പണം. അത് മുദ്രയാണ്, തൻ്റെ മുദ്രയാണ്. മുദ്ര മനസ്സിലായി? ഇത് വൈദികമായി ഒട്ട് വളരെ പ്രാധാന്യമുള്ളതാണ്. അതിന് രഹസ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിൽ രഹസ്യമൊന്നുമില്ല. ഔപനിഷദികമായ പുരോടാശൻ എന്ന ക്രിയയുടെ രൂപമാണ്. അവിടെ ഇത് സമർപ്പിക്കുന്നത് ഒരു അപ്പത്തിൻ്റെ രൂപത്തിലാണ്. ക്ഷേത്രങ്ങളിലൊക്കെ ഈ സമർപ്പണം ഇന്ന് അപ്പത്തിൻ്റെ രൂപത്തിലാണ്. ഉണ്ണിയപ്പം എന്നൊക്കെ പറയുന്ന പ്രക്രിയ കണ്ടിട്ടുണ്ടാവും. വടക്കൻ കേരളത്തിൽ അത് കൂടാതൊരു ഒറ്റയപ്പമുണ്ട്. അത് കൂടാതെ വടക്കൻ കേരളത്തിലേക്ക് വന്നാൽ ഒരു കിണ്ണത്തപ്പവുമുണ്ട്, വട്ടയപ്പോട്ട, ചുട്ടെടുക്കുന്ന ഒരു നെയ്യിൽ ചുട്ടെടുക്കുന്ന ഒറ്റയപ്പമില്ല അപ്പം കണ്ടിട്ടുണ്ടാവും. കലത്തിൽ കരിച്ചെടുക്കുന്നതാണ്. തീ വെച്ച്, അതുകൊണ്ടാണ് ഞാൻ കരിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞത്. ഇത് വളരെ വിശേഷവിധിയായ മുദ്രയാണ്. താന്ത്രിക ആരാധനയിൽ വളരെ വിശേഷവിധിയായിട്ടുള്ള മുദ്രയുടെ രൂപമാണ്. ഇത് തന്നെയാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ ഒസ്തി എന്ന് പറയുന്നത്. ദേവതയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞ് അതുതന്നെയാണ് പ്രസാദമായി നൽകുന്നത്. വേദങ്ങളിൽ സോമം സമർപ്പിക്കുന്നുണ്ട്. സോമവല്ലി പിഴിഞ്ഞ രസമാണ് സമർപ്പിക്കുന്നത്. സോമത്തെ വേദം മദ്യമായാണ് സോമപാനം, സോമപാ, അമൃതപാ എന്നൊക്കെ പറയും. അത് കഴിച്ചു കഴിഞ്ഞ് ദേവതകളുടെയും അർച്ചികളുടെയും ഒക്കെ സ്വഭാവം കൊണ്ടാണ് അതറിയുന്നത്. ഋഗ്വേദം 2:19-1. സോമം ഇന്ദ്രന് അതീവ പ്രിയങ്കരമാണ്. ഇന്ദ്രനെ സോമപ എന്നും വിളിക്കുന്നുണ്ട്. ശതപഥ ബ്രാഹ്മണം 5:4-5:19. ആത്മസുധ ഇന്ദ്രന് നൽകിയത് പറയുന്നുണ്ട് അവിടെ. അശ്വിനി ദേവന്മാരും സരസ്വതിയും സൗത്രാമണി യജ്ഞത്തിൽ അവർക്കിത് നൽകിയതായി പറയുന്നു. ബ്രഹ്മാർക്കും സരസ്വതിക്കും. സോമപാനം അശ്വിനി ദേവന്മാരാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ
പ്രണേതാക്കൾ. അവര് അബാലയുടെ കാല് മാറ്റിവെച്ച് ഇരുമ്പ് കാലുകൾ ഉണ്ടാക്കിയതും സ്റ്റീൽ കാലുകൾ ഉണ്ടാക്കിയതും ഒക്കെ വേദങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട്, ഋഗ്വേദത്തിൽ. വിപുല വർണ്ണനകൾ. ശസ്ത്രക്രിയകളുടെ ഒരു പരമ്പര തന്നെ വേദവൈദികമായി പഠിക്കാൻ കഴിയും. ഇതൊന്നും വായിച്ചു നോക്കാതെ മിന്നലിനെയും ഇടിയേയും കണ്ട് ഭയന്നവർ പറഞ്ഞതാണെന്ന് പാശ്ചാത്യൻ പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ച് നടന്നിട്ട് അവര് പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിക്കാൻ ഒരു ജന്മം ചെലവഴിച്ചിട്ട് വന്ന് നിങ്ങളോട് എങ്ങനെയാണിത് പറഞ്ഞു മനസ്സിലാക്കി തരിക? മനസ്സ് മുഴുവൻ ശങ്കാകുലമായിരിക്കും. ഇതൊക്കെ പറയുമ്പോൾ പോലും, ശ്ലോകസംഖ്യ പറയുമ്പോൾ പോലും പോയി ആ പുസ്തകം ഒന്ന് മറിച്ചു നോക്കി ശരിയാണോ ഈ സ്വാമിയാര് പറഞ്ഞതെന്നൊന്നും നോക്കാതെ ഇതൊന്നും ഇല്ലെന്നും വേണം പറയും. ശരിയല്ല. ഇറങ്ങി ചായ കുടിക്കാൻ പോകുമ്പോ ഞാനൊന്നുമില്ല, പിന്നെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പറയണം നമ്മുടെ സംസ്കൃതിയുടെ അഭിമാനത്തിന്. പക്ഷെ നിങ്ങൾ വായിക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് പലത് നോക്കാം. കണ്ടില്ലെങ്കിൽ എന്നെ വന്ന് കാണാം, ഞാൻ കാണിച്ചു തരാം. അതിന് കഴിയുന്നതുകൊണ്ടാണ് പറഞ്ഞവയാണെങ്കിൽ അതിൻ്റെ പ്രായോഗികത ഉൾപ്പെടെ ബോധ്യപ്പെടുത്തി തരാം. അത്ര ഈടുവയ്പിൽ നിന്നാണ് പറയുന്നത്. അത്രയും പാരമ്പര്യ പ്രതിഷ്ഠിതമാണ് ഈ ആലയം. അശ്വിനി ദേവന്മാർക്കും സരസ്വതിക്കും സൗത്രാമണി യജ്ഞത്തിൽ നൽകിയതായി പറയും. സോമയാഗത്തിൽ സോമം കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും സമർപ്പിക്കുന്നു. അതിരാത്ര സോമയാഗത്തിൽ വലിയ അളവിൽ സോമം രാത്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. വൈദിക ചടങ്ങിൽ സോമമുണ്ട്, അതിന് മദ്യം എന്ന് തന്നെയാണ് പറയുക. ക്രിസ്തീയ ആരാധനയിലും വീഞ്ഞുണ്ട്. കേട്ടിട്ടുണ്ടോന്നറിയില്ല. പെസഹായില് ഇതെന്റെ രക്തമായിരുന്നു നിങ്ങൾ കുടിക്കുവിൻ എന്ന് പറയുന്നുണ്ട് ഈശോ മിശിഹ. ഒസ്തി മദ്യം വിശ്വമതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും പൂർണ്ണമായി താന്ത്രികമാണെന്ന് പറയാനാണ് ഞാനീ പറഞ്ഞത്. എങ്ങനെയും നിങ്ങൾക്ക് പഠിച്ചു നോക്കാം. ഭാരതത്തിൽ ഒതുങ്ങിപ്പോയ താന്ത്രികാരാധനയെ വിശ്വവിശാലമായി വികസിപ്പിച്ചെടുക്കുകയും ആ വഴിയിലൂടെ പോവുകയും ചെയ്തു എന്നുള്ളതാണ് അതിന് കിട്ടിയ ആഗോള പ്രശസ്തി. പക്ഷെ ചടങ്ങ് ദുഷിച്ചപ്പോൾ ഇത് മാത്രമായി പോയി എന്നുള്ളത് മറുവശം. ശ്രദ്ധിക്കണ്ട. ഇപ്പൊ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവില്ല, കുറെ കൊല്ലങ്ങൾ കഴിയണം. അവിടെ ഉപയോഗിക്കുന്നത് താന്ത്രിക ആരാധനയുടെ ശൈവാഗമങ്ങളെ അടിസ്ഥാനപ്പെടുത്തി. ശാക്തേയ സമ്പ്രദായത്തിന്റെ സ്ഥലമല്ല കുന്നത്തൂർ.
കുന്നത്തൂർപ്പാടി ശൈവാഗമങ്ങളുടെ, കാശ്മീരി ശൈവാഗമങ്ങളുടെ ദക്ഷിണേന്ത്യൻ പതിപ്പാണ്. കാരണം അവിടെ ശിവന്റെ രണ്ട് രൂപങ്ങളെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ശൈവാരാധനയുടെ അംശമാണ്. അതിൽ മത്സ്യമുണ്ട്. മനസ്സിലായില്ല? മുദ്രയായ പയറുണ്ട്, അരിയെല്ലാം തോന്നുന്നു. Am I right? അവിടെ മുദ്ര പയറാണ്. മദ്യമുണ്ട്. അവിടെ താന്ത്രിക സമ്മേളനത്തിന്റെ അവാച്യമധുരങ്ങളായ സങ്കല്പങ്ങൾ അവിടെയുമുണ്ട്. അത് കിഴക്കാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് നോക്കാം. Am I right? നേരെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞാൽ ശാക്തേയമായി. എവിടെയാ? മാടായി. ജോഗ്രഫിക്കലായൊക്കെ പഠിക്കുകയാണെങ്കിൽ കുറെ കൂടെ ശ്രദ്ധേയ പഠനങ്ങളാണ്. ഇതൊക്കെ നാളെ ജർമ്മനിയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ ഒരു നിക്കറിട്ട് ഏതെങ്കിലും ഒരു പങ്കുവെച്ച് വന്ന് നിങ്ങളെയും കളിപ്പിച്ച് നിങ്ങളുടെ കൂടെ താമസിച്ച് നിങ്ങൾ വണ്ടിയും കൊണ്ട് നടന്ന് അവൾ സുഖമായി പഠിച്ച് PhD ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ എടുത്ത് പുസ്തകമായി വരുമ്പോൾ നിങ്ങളുടെ പിള്ളേരത് സ്കൂളിൽ പഠിക്കുമെന്നല്ലാതെ നിങ്ങളൊന്നും ഇത് മേടിക്കാൻ യോഗ്യരല്ല. അങ്ങനെ വടക്കൻ കേരളത്തിൽ ഒരുപാട് PhDക്ക് വേണ്ടിയുള്ളവർ താമസിച്ച് കുടുംബകലഹവുമാക്കി തിരിച്ചു പോകുന്നു. കുടുംബകലഹം ഇതിന് ഇൻവേർട്ടർ കോമേഴ്സ്. എഴുതുമ്പോഴല്ലാതെ പറയുമ്പോൾ ഇടാൻ മേലാത്തതുകൊണ്ടാണ് ഇൻവേർട്ടർ കോമ നോക്കിക്കോ. ഞാൻ പറഞ്ഞത് നുണയാണ്. കുടക്കേടാണല്ലേ? ഞാൻ കുടക്കേടാണെന്നുള്ളത് നമ്പ്യാരെ മറന്നു. തൊട്ടടുത്താണ് നമ്പ്യാരെ തോന്നുന്നു. അപ്പോ മദ്യവുമുണ്ട്. പശുയജ്ഞം ബലി, അതും വൈദികമായുണ്ട്. പശുവാലംബനം. വേദങ്ങളിൽ യൂപം, തടി കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്രെയിം, അതിനകത്താണ് പശുവിനെ കെട്ടുന്നത്. യൂപത്തിൽ കെട്ടും. അതിൽ ബലിമൃഗത്തെ കെട്ടി ശ്വാസം മുട്ടിച്ച് വപയെടുക്കുന്ന പടിയും തലയെറുത്തെടുക്കുന്ന പടിയുമുണ്ട്. അത് കഴുകി, അതിന്റെ വപയെടുത്ത് കഴുകി മൺചട്ടിയിൽ പാകം ചെയ്ത് സമർപ്പിക്കുകയും യജമാനനും പത്നിയുമെല്ലാം കഴിക്കുകയും ചെയ്യുന്ന ചടങ്ങുണ്ട്. ആട്, പശു, കുതിര എല്ലാം. അശ്വമേധത്തിൽ കുതിരയാണ്. അശ്വമേധയാഗത്തിൽ അനേകം വളർത്തുമൃഗങ്ങളെയും വന്യമൃഗങ്ങളെയും കൊല്ലുന്നുണ്ട്. ചില യാഗങ്ങളിൽ നരമേധവും മനുഷ്യനെയും കൊല്ലും.
ഇതൊന്നും വൈദികമല്ല എന്ന് ചാടികേറി പറയണ്ട. വൈദികത്തിലുമുണ്ട്. ഉത്തമമല്ല എന്ന് വൈദികം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നതെന്ന് ഉപനിഷത്തുകൾ ഉറക്കെ പറയുന്നു. വൈദികമായതിന്റെ ജ്ഞാനകാന്ഡം മേധ്യാശ്വം കുതിരയല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഉഷസ്സാണ് ആ കുതിര എന്ന് പറയുന്നത്. അതിന്റെ രക്തധമനികൾ നദികളാണെന്ന് പറയുന്നുണ്ട്. അതിന്റെ ത്വക്ക് ആകാശമാണെന്ന് പറയുന്നു. അതിന്റെ എല്ലുകൾ പാറക്കൂട്ടങ്ങളാണെന്ന് പറയുന്നു. വിശ്വമായി സങ്കൽപ്പിച്ച ആ അശ്വത്തെ ഏത് വിശ്വത്തിലൂടെ ജീവൻ സഞ്ചരിക്കുമോ ആ വിശ്വത്തെ മേധ്യത്തിനുള്ള കൊല്ലാനുള്ള കുതിരയായി കണക്കാക്കുവാനാണ് ബൃഹദാരണ്യകം പറയുന്നത്. അതുകൊണ്ട് ഇത് രഹസ്യവിദ്യയാണ്. രഹസ്യമറിയാത്തവൻ ഈ വിദ്യ പഠിക്കാനാവില്ല. മുദ്രയും മദ്യവും മാംസവും വേദങ്ങളിൽ നാം കണ്ടു. ലൈംഗിക ഭാവവും മതപരമായ ചടങ്ങുകളിൽ കാണാം. യജുർവേദത്തിൽ വാചസനൈ സംഹിതയിൽ കൃഷി വർദ്ധിക്കുവാൻ ദമ്പതിക്രിയ പറയുന്നു. 23, 22, 31. 23-ാം അധ്യായം 22 മുതൽ 31 വരെ ശ്ലോകങ്ങൾ ഗംഭീരമായി വർണ്ണിക്കുന്നത് ദമ്പതിക്രിയയെ കുറിച്ചാണ്. കൃഷി വർദ്ധിക്കാൻ. മനസ്സ് ഉൽപാദനത്തിനൊരുങ്ങുമ്പോൾ കൃഷി വർദ്ധിക്കുന്നുവെന്നാണ് വൈദികർ പറഞ്ഞത്. ജനസംഖ്യയും ഉൽപാദനവും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണെന്ന് വേദം, ഇൻവേഴ്സിലി പ്രൊപ്പോർഷണലാണെന്ന് ആധുനിക ചിന്ത. പരസ്പര വിരുദ്ധമാണ്. ഭാവനയ്ക്ക് ചിറക് മുളയ്ക്കുമെങ്കിൽ ഭാവനാ സാമ്രാജ്യത്തിലും തുടർന്ന് ഭൗതിക സാമ്രാജ്യത്തിലും ഇത് നിങ്ങൾക്ക് പഠിക്കാം. സന്താന നിയന്ത്രണങ്ങളും ഫാമിലി പ്ലാനിങ്ങും ഇല്ലാതിരുന്ന കാലങ്ങളിൽ കൃഷിയിടങ്ങൾ വർദ്ധിക്കുകയും താമസ സ്ഥലങ്ങൾ ചുരുങ്ങുകയും പ്രകൃതി കനിഞ്ഞ് അവശ്യ സമയങ്ങളിൽ മഴയും വെള്ളവുമെല്ലാം നൽകുകയും ചെയ്തു പോന്നതിനെ ദുരമൂത്ത മനുഷ്യന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ തലങ്ങളിൽ നശിപ്പിച്ചടുക്കുകയും കൃഷിസ്ഥലങ്ങൾ നഷ്ടപ്പെടുകയും കാമനയ്ക്ക് വേണ്ടി ദമ്പതിക്രിയ ചെയ്യുകയും ചെയ്തപ്പോൾ
പുഴുക്കുത്തുകളുള്ള കുഞ്ഞുങ്ങളും പുഴുക്കുത്തുകളുള്ള വെണ്ടയ്ക്കയും ഒക്കെ ഒരുമിച്ചുണ്ടായി. ശരിയാണോ? സീസണലായി മഴയെ ആധാരമാക്കി ഉൽപാദന പ്രക്രിയയെ വർദ്ധിപ്പിച്ച് പാടങ്ങൾ മുഴുവൻ കൃഷി ചെയ്ത് പറമ്പ് മുഴുവൻ കൃഷി ചെയ്ത വടക്കൻ കേരളം കോടികൾ ചെലവാക്കി പഴശ്ശി പ്രോജക്റ്റ് വന്നപ്പോൾ കൃഷിസ്ഥലങ്ങളെ മുഴുവൻ മാറ്റിമറിക്കുകയും വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളമില്ലാതിരിക്കുകയും അപകടങ്ങളെ വരുത്തിവെക്കുകയും ചെലവാക്കിയ പണത്തിൻ്റെ കടത്തിന് പലിശയടച്ച് തീർക്കുവാൻ അധ്വാനിക്കുന്നവനെ പിഴിയുകയും ചെയ്ത് കൃഷിയെ നശിപ്പിച്ചെടുക്കുകയാണ് ചെയ്തതെന്ന് പഴശ്ശി പ്രോജക്റ്റ് ഒഴുകുന്ന കേരളത്തിൻ്റെ വടക്കൻ ഭൂവിഭാഗത്തിലിരുന്ന് ഞാൻ സംസാരിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല. Is it true? അങ്ങനെ പറയാവോ? എവിടെ? ഇല്ല, അതുമില്ല. പല സ്ഥലം കാട് പിടിച്ച് കിടപ്പില്ല പലയിടത്തും. എവിടെയാണ് ഗതികേട്? തൊഴിലുറപ്പ് പദ്ധതിക്കാര് വെട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ചീട്ട് കളിക്കുന്നതാണ് പണി. കഴിഞ്ഞ ആഴ്ചയും കൂടെ കണ്ടിട്ട് വന്ന എന്നോടാ പറയുന്നത്. വ്യാജപാട്ട്. കുട്ടികൾ ഉണ്ടാകുന്നതും പ്രകൃതി പുഷ്പിക്കുന്നതും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണെന്ന് സങ്കല്പിക്കാൻ നിങ്ങളുടെ ബുദ്ധിജീവികൾക്കാവുമോ? ആവുമോ? കാരണം ഭൗതികമായ നിങ്ങളുടെ തലച്ചോറ് അതിന്റെ സങ്കേതങ്ങളെ അംഗീകരിക്കുമോ? സമഗ്രമായി പഠിക്കുമോ? ജീവനെ ഹനിക്കാൻ മടിക്കുന്ന മതനിഷ്ഠയുള്ള സമൂഹങ്ങളിലാണ് സമ്പത്ത് വർദ്ധിക്കുന്നതെന്ന് നേരിട്ട് കണ്ടാലും നിങ്ങൾ പഠിക്കുമോ? ഇനി ഒരെണ്ണവും കൂടെ ഉണ്ടായാൽ എങ്ങനെ ചെലവിന് കൊടുക്കുമെന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങൾ ഒന്നുണ്ടായി ദാരിദ്ര്യത്തിലേക്ക് പോകുമ്പോൾ 9 എണ്ണമുണ്ടായി സമ്പത്തിലേക്ക് പോകുന്ന കുടുംബങ്ങളെ നേരിട്ട് കണ്ടാലും നിങ്ങൾക്ക് ബോധ്യപ്പെടുമോ? ഞാൻ പറഞ്ഞത് അനുഭവമല്ല. അനുഭവം നിഷേധിക്കുന്ന നിങ്ങളുടെ ശാസ്ത്രങ്ങൾ ചുമക്കേണ്ട ഗതികേടിൽ നിൽക്കുന്ന നിങ്ങളുടെ ഗതിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ വിദ്യാസമ്പന്നരും അവർ വിദ്യാവിഹീനരുമാണ്.
അവരിൽ നിങ്ങളുടെ കൂട്ടുകൂടി വിദ്യാസമ്പന്നനായാൽ അവൻ പോക്കായി. പിന്നെ സീഡ്ലെസ് ഒരുപാട് പണികളാണ് ശാസ്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സീഡ്ലിങ്സ് ഇല്ലാത്തവ, ജെർമിനേഷൻ തടഞ്ഞവ, കിളിക്കാത്ത വിത്തുകൾ, വിത്തില്ലാത്ത സാധനങ്ങൾ, അതിനേക്കാൾ ഒക്കെ കൂടുതലായി ഉണ്ടാക്കുന്ന കോൺട്രാസെപ്റ്റീവ് ഉറകൾ, ഗതികേടുകൾ, കോൺട്രാസെപ്റ്റീവ് ടാബ്ലറ്റുകൾ, അതൊക്കെ ഉണ്ടാക്കുന്ന മസ്തിഷ്ക പ്രക്ഷാളന തന്ത്രങ്ങൾ, അതിലൂടെ ഉണ്ടാകുന്ന ഭ്രാന്തും കുഴപ്പങ്ങളും വേറെ. ഏറ്റവും കൂടുതൽ ഉന്മാദമുണ്ടാക്കാവുന്ന വൈകാരിക തലങ്ങളിൽ ഒന്നാണ് ലൈംഗികത. അത് അറിവുകൊണ്ടല്ലാതെ ഏതെങ്കിലും കൊണ്ട് തടഞ്ഞിട്ടുണ്ടെങ്കിൽ മാരകമാണ്. അറിവോ അത് പാരമ്പര്യ പ്രേഷിതമായി ലഭിച്ചാൽ മാത്രം. കൂടുതൽ ഞാൻ പറഞ്ഞു പോയാൽ പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു തരം ഭ്രാന്ത് വരാൻ തുടങ്ങും. മനസ്സിലായില്ല? അതുകൊണ്ട് ആ വിഷയം കൂടുതൽ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ അങ്ങേ തലവര ഭ്രാന്തില്ലാതെ പറയാൻ കഴിയുന്ന ഒരു പാരമ്പര്യം എനിക്കുണ്ടെങ്കിൽ കൂടി. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചാലും കേൾക്കാൻ രസമുണ്ടെന്ന് നിങ്ങൾക്ക് മുൻകൂർ തോന്നിയാലും പിന്നീടത് ഭ്രാന്തിലാണ് അവസാനിക്കുക. Am I right? Am I right? അതുകൊണ്ട് ആലോചിക്കുക. അതിനെ വൈദികർ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? ശതപഥ ബ്രാഹ്മണത്തിൽ അശ്വമേധയജ്ഞത്തിലും ലൈംഗിക വേഴ്ചയുടെ ചർച്ചയുണ്ട്. രാമായണത്തിൽ വിസ്തൃതമായ ചർച്ചയുണ്ട്. പുത്രകാമേഷ്ടിക്ക് മുമ്പ് പ്രധാന രാജ്ഞി കുതിരയോടൊത്ത് ശയിക്കുന്ന രംഗങ്ങൾ വരെ വർണ്ണിച്ചിട്ടുണ്ട്. പുരോഹിതനും ഇതര രാജ്ഞിമാരും ആ സമയത്ത് വേഴ്ചയിൽ ഏർപ്പെടുന്ന ചിത്രങ്ങളുണ്ട്. ബൃഹദാരണ്യകം ദമ്പതിക്രിയയെ യജ്ഞമാക്കി വർണ്ണിക്കുന്നുണ്ട്. വാമദേവ ഉപാസനയിൽ ഛാന്തോഗ്യം രണ്ട് 13:1-2 പുരുഷൻ സ്ത്രീക്ക് നൽകുന്ന സംജ്ഞ തന്നെ ഹീങ്കാരമാണെന്നാണ്. സഹശയനം ഉദ്ഗീതവും നോക്കുന്നത് പ്രതീഹാരവും ഒക്കെ വർണ്ണിച്ചിട്ടുണ്ട്. ബൃഹദാരണ്യകം പറയുന്നത് അനുഭൂതിയുടെ എല്ലാ അംശവും ഉൽപാദനേന്ദ്രിയത്തിൻ്റെതാണെന്നാണ്. അപ്പൊ തന്ത്രത്തിൽ മാത്രമല്ല വേദങ്ങൾ ഇതും. ഇങ്ങനെ നോക്കുന്നതായാൽ തന്ത്രസാധനയുടെ ഭാഗമായ പഞ്ചമകാരങ്ങളും വൈദികിയിൽ കാണാം. അതിന്റെ രഹസ്യം കലർന്ന അർത്ഥം നമുക്ക് അല്പം കൂടെ പഠിച്ചിട്ട് കാണാം. അതുപോലെ അതായിരിക്കില്ലേ ഉചിതം. അല്പം കൂടെ മനസ്സിലാക്കി ബുദ്ധിയൊന്ന് തെളിഞ്ഞു വരുമോന്ന് നോക്കിയിട്ട് നമുക്കതിൻ്റെ രഹസ്യം നല്ല പഠിക്കാം. ചിതസാധന, ശവസാധന, മുണ്ടസാധന, ഇവ മൂന്നും വൈദികിയെ പരിശോധിച്ചിട്ടുള്ളത്തോളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.
പറയാനാവില്ല, മറിച്ച് നോക്കിയിടത്തോളം വെച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഉദാഹരണം പറയാൻ എൻ്റെ കയ്യിലില്ല. നേരത്തെ പറഞ്ഞിട്ടുള്ള 6 വിധത്തിലുള്ള ആഭിചാരങ്ങളും കൃമികളുടെയും ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ കൃമികളുടെയും രാക്ഷസങ്ങളുടെയും നാശത്തിന് ഋഗ്വേദത്തിലും അഥർവവേദത്തിലും കാണാം. ഉച്ചാടനം, ആഭിചാരം, മാരണമൊക്കെ പറഞ്ഞതാണ്, ഓർമ്മയുണ്ടാവും. അതെല്ലാം കാണാം. വശീകരണം തൈത്തരീയ സംഹിത 2:3:1 സംഗ്രഹണീ മന്ത്രം പറയുന്നുണ്ട്. അഥർവവേദത്തിൽ അനേകം വശീകരണ മന്ത്രങ്ങളും സാമഗ്രികളും ഔഷധങ്ങളും പറയുന്നു. ഭാരതീയ ലൈംഗികതയുടെ ആദിഗ്രന്ഥങ്ങളെന്നറിയപ്പെടുന്ന കാമസൂത്രവും കുചിമാരതന്ത്രവുമെല്ലാം ഒട്ടേറെ വശീകരണ ഔഷധങ്ങളെ പറയും. ഒട്ടേറെ. കേരളത്തിലെ പ്രാചീനമായ ഒരു സ്ഥാപനം തന്നെ അവരിറക്കിയ യോനിയിൽ പുരട്ടുവാനുള്ള ഒരു തൈലം ആധുനികതയുടെ പരിഷ്കാരത്തിൽ ഭർത്താവ് അല്ലാത്ത ആളുകളുമായി എപ്പോഴെങ്കിലും ലഭിച്ചാൽ അത് വശ്യമായിത്തീരുന്നു, കുടുംബങ്ങൾ തകരുന്നു എന്ന് കണ്ടിട്ട് നിർത്തലാക്കിയിട്ട് ഉൽപാദനം. വളരെ പ്രയോജനപ്രദമായ ഒരു ഔഷധമായിരുന്നിട്ട് കൂടി അപ്പൊ ഇതൊക്കെ പ്രാചീനമായിരുന്നു. സ്തംഭനം അഥർവവേദം വ്യക്തമായി പറയുന്നു. അതിനുള്ള ഔഷധക്കൂട്ടുകളും മന്ത്രങ്ങളും പറയുന്നു. ഉച്ചാടനവും മാരണവും വിദ്വേഷണവും എല്ലാം ഉണ്ട്. ഇതിൽ മുദ്രയൊഴിച്ചുള്ള എല്ലാ മകാരങ്ങളെയും സനാതനധർമ്മത്തിന്റെ ഉത്തമ ഗ്രന്ഥങ്ങളും ബുദ്ധമതവും ജൈനമതവും സിഖ് മതവും അങ്ങേയറ്റം വിമർശിച്ചു. ഉത്തമന്മാർക്ക് ഇതിനെ പ്രോത്സാഹിപ്പിക്കാനാവില്ല. ശ്രീവിദ്യയുടെ എക്കാലത്തെയും പേരുകേട്ട ഉപാസകനായ ചട്ടമ്പി സ്വാമികൾ ജന്തുഹിംസയെ ആദ്യ അവസാനം വിമർശിച്ചു. അദ്ദേഹത്തിൻ്റെതാണ് പ്രശസ്തമായ ജീവകാരുണ്യ നിരൂപണം. വടക്കേ ഇന്ത്യയിൽ ഉത്തമോത്തമനായൊരു സ്വാമി ആയിരുന്നിട്ട് കൂടി ഒരാൾ അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ഭക്തനെ ബ്രാഹ്മണനായിരിക്കെ നിർബന്ധിച്ച് മാംസം തീറ്റിയതിനെ പേരെടുത്ത് പറയാതെ, പേര് പറയാതെ സ്വാമികൾ അധിക്ഷേപിച്ചിട്ടുണ്ട് ആ ഗ്രന്ഥത്തിൽ. എല്ലാ ന്യായവാദങ്ങളും നിരത്തി അദ്ദേഹം അതിനെ വിമർശിച്ചു. ഒരു പക്ഷേ തന്ത്രരഹസ്യമറിയാതെ ഇതുപയോഗിച്ചു പോന്നവരുടെ
വൈകല്യമായിരിക്കാം അഭിനവഗുപ്തന്റെയും കല്ലടന്റെയും ഒക്കെ വൈദിക പാരമ്പര്യമുള്ള തന്ത്രത്തിന് പിന്നീട് വന്ന ശോഷണത്തിന് കാരണം. കച്ചവടക്കാരും തൽപര കക്ഷികളും കടന്നുകൂടി നശിപ്പിച്ചതുമാകാം. സ്മൃതിഗ്രന്ഥങ്ങളെയും ഒന്നെത്തി നോക്കാം. തന്ത്രാഗമങ്ങളിലെ മകാരത്തോട് അവ നിയമഗ്രന്ഥങ്ങൾ യോജിക്കുന്നുവോ എന്ന്. നിയമഗ്രന്ഥങ്ങളിൽ ഏറ്റവും പേരുകേട്ട നിയമഗ്രന്ഥം മനുസ്മൃതിയാണ്. മത്സ്യം, മാംസം എന്നിവ ഭക്ഷണമായും മദ്യം പാനീയമായും ഉപയോഗിക്കുന്നത് സമൂഹത്തിലെ അധമരാണെന്നുറക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി കാണും ഇത് കത്തിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്. ജനാധിപത്യത്തിന്റെ സർവോന്നത ഭരണാധികാരി ഇരിക്കുന്നത് അറ്റാച്ച്ഡ് ബാറോടുകൂടിയാണ്. രാജ്യസംരക്ഷണത്തിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് ഫ്രീയായി വിതരണം ചെയ്യുന്നത് ബോധം പോകാനുള്ള അഭിമതരസവും രേവതി ലോചനാംഗവുമായ ഹലായുഷം തന്നെയാണ്. അധമന്മാരാൽ സംരക്ഷിക്കപ്പെടുകയും അധമനാൽ ഭരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനമെന്ന് പ്രാചീനന്റെ വാങ്മയങ്ങളിൽ നിന്ന് തോന്നിപ്പോകുമെന്നുള്ളതിനാലാണ് ദേശീയതയുള്ളവരും അല്ലാത്തവരുമെല്ലാം ഇതിനെ ഒളിഞ്ഞും തെളിഞ്ഞും എതിർക്കുന്നത്. മനസ്സിലാവൂ? നിങ്ങൾക്കറിയാം. അത് കാളിദാസന്റെ ഒരു ഭാവനയിലെ പദമാണ്. ബലരാമൻ അങ്ങനെ അടിച്ച് ഫിറ്റായി നടക്കുമ്പോൾ ദൈവതകത്തിലെ ഉത്സവ സമയത്ത് ബലരാമൻ അഭിമതരസവും രേവതീലോചനാംഗവുമായ കലായുഷം അടിച്ചു നടക്കുന്ന ഒരു രംഗം കാളിദാസന്റെ കണ്ണാടിയിലൂടെ ഒരു നിമിഷം ഓർമ്മ വന്നു പോയതാണ്. അതിനകത്തൂടെ ഇനി കയറി വന്നതാണ്. മദ്യം എന്ന് പറയുന്നതിനേക്കാൾ ഒരു രസമുള്ള പദം. മനസ്സിലായില്ലേ? ഇവനങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നിറമൊക്കെ അങ്ങ് മാറും. അടിച്ച് വിറ്റായി വരുന്നവനെ കണ്ടിട്ടില്ല. കുറഞ്ഞ പക്ഷെ ഒരു സിനിമാ പാട്ടെങ്കിലും ഓർമ്മ വരുന്നില്ലേ? കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടി മറിയേ, എല്ലോളം ഉള്ളിൽ ചെന്നാൽ ഭൂലോകം തരികിട മറിയും. നിങ്ങൾ വളരെ മോശമാണ്. റഫറൻസ് മോശമാകും. മറ്റൊരു റഫറൻസ് നിങ്ങൾക്ക് പിടിയിട്ടില്ലെങ്കിലും അത് പോരെങ്കിൽ അടൂർ ഭാസിയുടെ കണ്ണാടിയിലൂടെ കണ്ടാൽ കുറെ കൂടെ ഗംഭീരമാണ്. അമ്മരായി അതിനുശേഷം അങ്ങനൊരു നടന്നില്ലെന്ന് തോന്നുന്നു. ഭാവനാപൂർണം അത് അവതരിപ്പിക്കാൻ അതൊന്ന് സ്വയം പാടിക്കൊണ്ടു അല്ലേ? നമുക്ക് നോക്കാം. തിരക്ക് കൂട്ടണ്ട. അപ്പൊ ക്ഷമയോടെ ഇരിക്കും. നമ്മളെങ്ങോട്ടാ പോകുന്നത്, ഞാൻ നിങ്ങളെ എവിടെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് എത്തുമ്പോഴറിഞ്ഞാൽ പോലെ. ഏതായാലും ഇതിന് പുറപ്പെട്ടു അല്ലേ?
അതുകൊണ്ടൊരു അല്പം ക്ഷമ കാണിക്കും. ഞാൻ ഏത് ഷാപ്പിൽ കൊണ്ട് നിങ്ങളെ ഇരുത്തുമെന്നല്ലേ നിങ്ങൾ? യാതൊരു സംശയവും ഞാനും മന്മോഹൻ സാറും ഒന്നിച്ചിരുന്ന് അടിച്ച കരിമ്പൻകാല ഷാപ്പിൽ കൊണ്ട് തന്നെ. അപ്പൊ അത് രസമായിരുന്നു. മന്മോഹൻ സാറിനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. മദ്യവർജനത്തിന്റെ കേട്ടിട്ടില്ല. അപ്പോ മുദ്ര ഒഴിച്ചുള്ള എല്ലാ മകാരങ്ങളെയും ഹിന്ദുമതം എതിർത്തിട്ടുണ്ട്. മനുസ്മൃതിയും അതിനെ നീചമാണെന്ന് പറഞ്ഞു. മത്സ്യവും മാംസവും മദ്യവും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഉത്തമമെന്ന് മനു പലവട്ടം പറഞ്ഞു. അതുകൊണ്ട് 4 മകാരങ്ങളെയും ആത്മാനുഭവത്തിന് എതിരായി കാണേണ്ടത് തന്നെയാണ്. അതിന്റെ വാച്യാർത്ഥത്തിൽ ഞാനൊരു കോമായിട്ടൊരു അല്പം നിർത്തി, ഒരു സെമി കോളൺ ഇട്ട്. മനസ്സിലായില്ല? അതിന്റെ വാച്യാർത്ഥത്തിൽ, അതിന്റെ പ്രത്യക്ഷാർത്ഥത്തിൽ, അതിന്റെ പ്രകടിതാർത്ഥത്തിൽ പഞ്ചമകാരങ്ങളും നിഷിദ്ധമാണ്. തന്ത്രശാസ്ത്രം രഹസ്യമാകുന്നത് മകാരങ്ങളുടെ രഹസ്യം കൊണ്ടാണ്. മുദ്ര ആ വെള്ള നിവേദ്യം കഴിക്കുന്നതാണ്, വേവിച്ച പയറ് കഴിക്കുന്നതാണ്. അതെങ്ങനെ നിഷിദ്ധാവും? അതിൽ 4 മകാരങ്ങൾ, പഞ്ചമകാരങ്ങളിലെ 4 മകാരങ്ങൾ എന്നാ പറഞ്ഞു. അങ്ങനെയല്ലേ പറഞ്ഞു? അതിലെ 4 മകാരങ്ങൾ സർവഥാ നിഷിദ്ധമാണ്. മകാരങ്ങളെ നാം സമീപിച്ചതിൻ്റെ അറിവില്ലായ്മയാണ് ഇതിന് കാരണമെന്ന് തന്ത്രങ്ങളിലെ ആധികാരിക ഗ്രന്ഥങ്ങൾ പറയുന്നു. വൈദികിയിലും ഇവയുടെ അർത്ഥമെല്ലാം വേറെയാണെന്ന് പ്രകടമാണ്. അശ്വമേധത്തില് ഹോമിക്കേണ്ട കുതിരയെ ചർച്ച ചെയ്യുന്ന ഒരു രംഗം മഹാഭാരതത്തിലുണ്ട്. ഔപനിഷദികമായി കുതിര എന്താണെന്ന് നാം പറഞ്ഞു കഴിഞ്ഞു. അത് വേദം തന്നെയാണ്. അതിൽ കുതിരയെ ഹോമിക്കുവാനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ അഗസ്ത്യൻ പറയുന്നുണ്ട്, മാഹിംസ്യത് സർവഭൂതാനി എന്ന് എടുത്തു പറയുന്ന വേദം എങ്ങനെയാണ് കുതിരയെ ഹോമിക്കാൻ പറയുന്നത്? സിദ്ധാന്തം മാഹിംസ്യത് സർവഭൂതാനിയാണ്. അതുകൊണ്ട് അരിമാവ് കൊണ്ട് കുതിരയെ ഉണ്ടാക്കി ഹോമിക്കാം. അരിമാവ് കൊണ്ട് പശുവിനെ ഉണ്ടാക്കി പശുവാലംബനം ചെയ്യാമെന്ന് മറ്റൊരു പണ്ഡിതൻ ഏറ്റു പറയുക. അന്നം ബ്രഹ്മമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ അരിമാവ് കൊണ്ട് ചെയ്യും എന്നായി അടുത്ത ചോദ്യം. ഉണങ്ങിയ ദർഭകൾ കെട്ടി ചെയ്യാമെന്നായി. എന്തിനാണ് നിങ്ങൾ ഈ ചടങ്ങ് വേണമെന്ന് ഇത്ര വാശി പിടിക്കുന്നത്? ഭാവനയുടെ കുറവല്ലേ? ഈ കുതിര ഈ പ്രപഞ്ചമല്ലേ? അതല്ലേ നിങ്ങളുടെ ദുഃഖത്തിന് കാരണം? അതിനെ ഹോമിക്കുവാനല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇത്തരം ഭാഗങ്ങൾ വായിക്കാത്തത് കൊണ്ടോ
ഈ അറിവുകളെ ആദരിക്കാത്തത് കൊണ്ടോ അറിവിൻ്റെ രഹസ്യം മനസ്സിലാകാത്തത് കൊണ്ടോ ഉത്തമമായതിനെ മറച്ചുപിടിച്ച് അധമമായതിനെ പൊക്കിപ്പിടിച്ച് ഈ സംസ്കൃതിയെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടോ മാത്രമാണ് ഈ തെറ്റുകൾ കടന്നുകൂടി. അതുപോലെ ചില താന്ത്രിക ആധികാരിക ഗ്രന്ഥങ്ങൾ ഈ മകാരങ്ങളുടെ അർത്ഥം നാം ധരിക്കുന്നതല്ലെന്ന് പറയുന്നുണ്ട്. അവ ആത്മസാധനയിലെ പല പടവുകളാണെന്നാണ് പറയുന്നത്. മദ്യം ബ്രഹ്മരന്ധ്രത്തിൽ നിന്നൊഴുകുന്ന അമൃതിൻ്റെ ആസ്വാദനമാണെന്ന് താന്ത്രിക അനുഭൂതിയുള്ള ആചാര്യന്മാരെല്ലാം പറയുന്നു. രസകരായിരിക്കും. ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. താന്ത്രിക സാധനയിലെ ചിലതെടുത്ത് സാധന ചെയ്താൽ ശരീരം ചൂടാകും. അഗ്നികുണ്ഡത്തിൽ നിന്ന് അഗ്നി ജ്വലിക്കുകയും സ്വാധിഷ്ഠാനത്തിലെ അഗ്നി സംവർത്തകാഗ്നിയായി ജ്വലിക്കുമ്പോൾ മുകളിലിരിക്കുന്ന മണിപൂരചക്രത്തിൽ നിന്ന് ജലമൊഴുകിയില്ലെങ്കിൽ ആ സംവർത്തകാഗ്നി ആളിപ്പടരുമ്പോൾ പ്രാണായാമത്തിലൊക്കെ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ സംവർത്തകാഗ്നി പടർന്നു കയറുമ്പോൾ അത് അനാഹതത്തിലെ സൂര്യഖണ്ഡത്തിൽ നിന്ന് രശ്മി സമൂഹങ്ങൾ വലിക്കുമ്പോൾ മുകളിൽ നിന്ന് ചന്ദ്രഖണ്ഡത്തിൽ നിന്ന് ചന്ദ്രരശ്മി സമൂഹങ്ങൾ ശീതളാകരങ്ങളായി വീഴുന്നില്ലെങ്കിൽ വല്ലാത്തൊരു താപമുണ്ടാവും. ഈ താപത്തെ തണുപ്പിക്കുവാനൊരുങ്ങുന്ന മാനവ ശരീരം മുകളിൽ നിന്ന് കപോൽബണം വരുത്തി കഫത്തെ ഒഴുകും. അത് നിങ്ങളുടെ ശ്വാസകോശങ്ങളിലും നിങ്ങളുടെ ഹൃദയഭിത്തികളിലും എല്ലാം വന്നടിയും. അത് നിങ്ങളുടെ ബോധസീമയെ മറയ്ക്കും, ഉന്മാദ ലക്ഷണങ്ങൾ കാണിക്കും. ഇങ്ങനെ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഞാനിങ്ങനെ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. കേരളത്തിലെ ഭ്രാന്താശുപത്രിയിൽ ചെന്നാൽ ഒരുപാട് പേരെ കാണാം, ധ്യാനത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് പോയിട്ട്. കേരളത്തിലെ സൈക്കാട്രിക് അസോസിയേഷൻ 3 പ്രാവശ്യം അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അത് സംഘടിതമായ മത മുന്നേറ്റങ്ങൾക്കെതിരായാൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളത് കൊണ്ട് പബ്ലിഷ് ചെയ്യേണ്ട എന്ന് അതിനോട് ആഭിമുഖ്യമുള്ള ഡോക്ടർമാർ തന്നെ നിർബന്ധം പുലർത്തി പിൻവാങ്ങിയെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ചില ഡോക്ടർമാർ തങ്ങളുടെ അടുക്കുന്ന വരുന്ന രോഗികളിൽ നിന്ന് അനുഭവസാക്ഷ്യം ശേഖരിച്ച് അവതരിപ്പിച്ച പ്രബന്ധങ്ങൾ ഉണ്ടാവും. നല്ല അന്വേഷിച്ച് നോക്കുക, രസകരമാണ് അതിൻ്റെ നില. ഏകർഷിയായി മാനവൻ സഞ്ചരിച്ചിരുന്ന ഭാരതീയതയെ സംഘടനാത്മകമായി വളർത്തിയപ്പോൾ വന്ന സംഘടിത മുന്നേറ്റം എന്തെന്ത് വിപത്തുകളെ വരുത്തിയിട്ടുണ്ടെന്നുകൂടി കൂട്ടത്തിൽ ആലോചിച്ച്
നമുക്ക് തൽക്കാലം നിർത്തി ചായ കുടിക്കാം. ശരിക്കാണല്ലേ എവിടെ